അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷെഫീഖ് ഇ.പി എന്ന ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ പാദവാർഷിക പരീക്ഷയ്ക്ക് അഖീദ എന്ന വിഷയത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠം നോക്കാം. അറിയാമോ എന്നുള്ള ആ ഒരു പാഠത്തിൽ ആദ്യം ഒരു ബൈത്താണ് നൽകുന്നത്. പൂക്കൾ പടച്ചവൻ ആരാണ്? ഭൂമി പടച്ചവൻ ആരാണ്? മാനമൊരുക്കിയത് ആരാണ്? മലകൾ ഒരുക്കിയത് ആരാണ്? അവനാണ് അള്ളാഹു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചെറിയ കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഒന്നാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ 5 വസ്തുക്കളുടെ പേര്. സൃഷ്ടികളിൽ 5 വസ്തുക്കളുടെ പേര്. അള്ളാഹു തആല പടച്ച 5 വസ്തുക്കളുടെ പേര് എഴുതാനാണ്. അപ്പോൾ ഏതൊക്കെയാണ്? മലകൾ, പൂക്കൾ, ഭൂമി, ആകാശം, മഴ. അപ്പോൾ ഇതൊക്കെ എന്താക്കുക? എഴുതി കൊടുക്കുക. അതുപോലെ അവയിൽപ്പെട്ടതാണ് ഏതെല്ലാം? മരങ്ങൾ, മൃഗങ്ങൾ, പുഴകൾ, പക്ഷികൾ, പഴങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ഒരു 5 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി അതുപോലെ തന്നെ 2ാമത്തെ പാഠം അല്ലാഹു റബ്ബന എന്നുള്ളതാണ്. അപ്പം ആ ഒരു ബൈത്ത് നിർബന്ധമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. കാരണം അതിൽ നിന്നും ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അള്ളാഹു നമുക്ക് തന്ന ചില അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു. അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു. അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു. അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു. അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു. അള്ളാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു. അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. അള്ളാഹു നമുക്ക് സംസാരിക്കാൻ വായ തന്നു. അതുപോലെ അള്ളാഹു നമുക്ക് പഠിക്കാൻ കൈ തന്നു. അപ്പോൾ ഇതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ നിർബന്ധമായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കും അതിൻ്റെ അർത്ഥമായ ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതും നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. അതിൽ നിന്നും എല്ലാ പ്രാവശ്യവും വരുന്ന ചോദ്യമാണ്. അതുപോലെ ഇതും പ്രതീക്ഷിക്കാം. അടുത്തത്, നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു. അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. ശ്വസിക്കാൻ വായു തരുന്നത് അള്ളാഹുവാണ്. കുടിക്കാൻ വെള്ളം തരുന്നത് അള്ളാഹുവാണ്. അതുപോലെ ഒരു പാട്ടാണ് തദ്രീബാത്തിൽ വരുന്നത്. ഏതാണ്? അള്ളാഹു അള്ളാഹു അള്ളാഹ്, അള്ളാഹു അള്ളാഹു അള്ളാഹ്. നമ്മെ പടച്ചവൻ അള്ളാഹു, എല്ലാം തന്നവൻ അള്ളാഹു, എല്ലാം കാണും അള്ളാഹു, എല്ലാം കേൾക്കും അള്ളാഹു, എല്ലാം അറിയും അള്ളാഹു, എന്നും ഉള്ളവൻ അള്ളാഹു. അപ്പോൾ അതാണ് 2ാമത്തെ പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ളത്. ഇനി 3ാമത്തെ പാഠം നോക്കാം. നമ്മുടെ നബി. അതാണ് പാഠം. അതിൽ വരാൻ സാധ്യതയുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീവി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40 വയസ്സ് ആയപ്പോഴാണ് നുബുവത്ത് ലഭിച്ചത്. 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ തദ്രീബാത്തിൽ വരാൻ സാധ്യതയുള്ളത് യോജിച്ചതിനോട് ചേർക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 40 വയസ്സായപ്പോൾ, അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? നബി ജനിച്ചു എന്നാണോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നാണോ? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ എന്നാണോ? അല്ലെങ്കിൽ നബിയുടെ ഉമ്മ എന്നാണോ? അല്ലെങ്കിൽ നുബുവത്ത് കിട്ടി എന്നാണോ? ഏതാണ് ഒന്നാമത്തേതിനോട് യോജിച്ചത്? 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി, അല്ലേ? അപ്പോൾ അവിടെ നുബുവത്ത് കിട്ടി എന്ന് എഴുതി കൊടുക്കുക.
ആ ഒരു 40 വയസ്സായപ്പോൾ എന്നുള്ളതിൻ്റെ അവിടെ നിന്ന് നേരെ നുബുവത്ത് കിട്ടി എന്നുള്ളതിന് നേരെ എന്താക്കുക, വരഞ്ഞു കൊടുക്കുക. ഇനി രണ്ടാമത്തത് മക്കയിലാണ് എന്ത്, നബി ജനിച്ചത്. മദീനയിൽ നബി വഫാത്തായി. ആമിന ബീവി നബിയുടെ ഉമ്മ, അബ്ദുള്ള നബിയുടെ ഉപ്പ. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടെ എന്താക്കുക, നോക്കി എഴുതുക. ഇനി അടുത്തത് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് എങ്ങോട്ടാണെന്നാണ് ചോദ്യം. ഉത്തരം എന്താണ്? മദീനയിലേക്ക്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എവിടെയാണ്? മദീനയിൽ. മൂന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആര്? ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന ബീവി. അപ്പം അതാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. ഇനി നാലാമത്തെ പാഠം നോക്കാം. മലക്കുകൾ. എന്താണ് മലക്കുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത്തത്, മലക്കുകളിൽ ഏറ്റവും പ്രധാനികൾ ആരെല്ലാമാണ് മലക്കുകളിൽ ഏറ്റവും പ്രധാനികൾ? ജുബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്റാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം അല്ലേ. ഇനി രണ്ടാമത്തത്, മലക്കുകളുടെ വിശേഷണങ്ങൾ എഴുതുക. എന്താണ് മലക്കുകളുടെ വിശേഷണങ്ങൾ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ, അതുപോലെ കാണപ്പെടാത്ത സൃഷ്ടികളാണ്, ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവരാണ്, ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവരാണ്, എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. മലക്കുകളുടെ എണ്ണം അറിയാം ആർക്ക്? മൂന്നാമത്തെ ചോദ്യമാണ്, മലക്കുകളുടെ എണ്ണം അറിയാം ആർക്ക്? ഉത്തരം, മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പം മലക്കുകളുടെ എണ്ണം അറിയുന്നത് ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ്. ഇനി നമുക്ക് അതിലുള്ള തദ്രീബാത്ത് നോക്കാം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് മലക്കുകൾ പൂരിപ്പിക്കാം എന്നുള്ളതാണ് ആദ്യത്തേത്. ഒന്നാമത്തത്, മലക്കുകൾ ഡേഷ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ അവിടെ എന്താ എഴുതും? മലക്കുകൾ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത്തത്, മലക്കുകൾ സദാ അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മളവിടെ വഴിപ്പെടുന്നവരാണ് എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. മൂന്നാമത്തത്, നമുക്ക് കാണാൻ കഴിയാത്തവരാണ്. ആരാണ്? മലക്കുകൾ. അവിടെ മലക്കുകൾ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, മലക്കുകളിൽ അടുത്തത് ചേരുംപടി ചേർക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മലക്കുകളിൽ പെട്ടവരാണ് 4 അള്ളാഹു, ഇസ്റാഫീൽ അലൈഹിസ്സലാം, മനുഷ്യർ. ഏതാണ് അതിനോട് ചോദിച്ചത്? മലക്കുകളിൽ പെട്ടവരാണ് ഇസ്റാഫീൽ അലൈഹിസ്സലാം. ഇനി അടുത്തത്, നാം പഠിച്ച മലക്കുകളുടെ എണ്ണം എത്രയാണ്? 4. ഇനി മണ്ണിനാൽ പടയ്ക്കപ്പെട്ടവർ മനുഷ്യർ. അടുത്തത്, മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ ആരാണ്? അള്ളാഹു. അവസാനത്തെ ഒരു പ്രവർത്തനമാണ് വേർതിരിക്കാം. അവിടെ ബ്രാക്കറ്റിൽ കാണുന്നവയും കാണാത്തവയും നൽകിയിട്ടുണ്ട്. അപ്പോൾ കാണുന്നവ എന്നുള്ളത് ഒരു ഭാഗത്തും കാണാത്തവ എന്നുള്ളത് ഒരു ഭാഗത്തും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ മദ്രസ കാണും അല്ലേ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തുവാണ് മദ്രസ. അപ്പം കാണുന്നവ എന്നുള്ളിടത്ത് മദ്രസ എഴുതി കൊടുക്കുക. ജിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? അപ്പോൾ ഇല്ല. അപ്പോൾ കാണാത്തവ എന്നുള്ള കോളത്തിൽ ജിന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തേത് മനുഷ്യനെയും നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ കാണുന്നവ എന്നുള്ള കോളത്തിൽ മനുഷ്യൻ എഴുതുക. മലക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്തവ എന്നുള്ള കോലത്തിൽ മലക്കിനെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് പേന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കാണുന്നവ എന്നുള്ള കോളത്തിൽ എഴുതി കൊടുക്കുക. അടുത്തത് അവസാനത്തത് പിശാചിനെ നമ്മൾ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് കാണാത്തവ എന്നുള്ള കോളത്തിൽ എഴുതി കൊടുക്കുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.